എസ് ശ്രീശാന്ത് നിതീഷിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു മാറ്റം. അത് വലിയൊരു മാറ്റം തന്നെയാണ്. ആ ഒരു മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീശാന്തൻ ഇന്ത്യ കളിച്ച് അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷനായിരുന്നു. കാരണം 2005 പുള്ളി ഡെബ്യൂ ചെയ്യുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാടത്തൊക്കെ കളിക്കാൻ നേരത്ത് എന്താ പറയുക, ഞാൻ എന്താണ് ശ്രീശാന്ത് അത് തന്നെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന, ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ ആ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിലേക്ക് പോയിട്ടില്ല. പക്ഷേ 2007 വേൾഡ് കപ്പ് T20 ഇന്ത്യ ജയിച്ച സമയത്ത് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കും കളിക്കണം എന്നുള്ളൊരു ഒരു ത്വര മനസ്സിൽ വന്നു. എന്താ പറയുക, അടുത്തുള്ള പ്രത്യേകിച്ച് എറണാകുളംകാരനാണ് നിതീഷ്. ശ്രീബായി എറണാകുളത്താണ്. സ്വന്തം നാട്ടുകാരൻ ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയൊരു തരത്തിലുള്ളൊരു ഇൻസ്പിറേഷനാണ് നമുക്ക്, നമ്മളെ കൊണ്ടും സാധിക്കുമെന്നുള്ളൊരു ഡ്രീം ശ്രീബായി അല്ലാതെ തന്നെ, അതായത് നേരിട്ട് പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ പാകിയിട്ടുണ്ടാവും. അതെ, അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ഫുൾ ആർട്ടിക്കിൾ തന്നെ ഞാനൊരു വേറൊരു മാഗസീനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ സ്റ്റോറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക മോട്ടിവേഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അറിയപ്പെടുന്ന ഒരാളാവാൻ പറ്റുന്നുള്ളൊരു ചിന്ത വന്നത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് അവിടെ തൃപ്പൂണിത്തുറയിൽ എത്തിയതും കളി തുടങ്ങിയതെല്ലാം. പിന്നീട് ശ്രീശാന്തിന്റെ കൂടെ കളിച്ചു. അപ്പോൾ ഓൺ ദ ഫീൽഡിൽ ശ്രീശാന്തിൽ നിന്ന് പകർത്താൻ ശ്രമിച്ചത് എന്തൊക്കെയാണ്? ഓൺ ദ ഫീൽഡിൽ ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നതെല്ലാം എനിക്ക് തോന്നുന്ന ഒരു 70 to 80% പുള്ളിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അതിപ്പോൾ അഗ്രഷൻ ആയാലും ഒരു ഫോക്കസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു 30% കാര്യങ്ങൾ മാത്രമാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പേഴ്സണൽ റുട്ടീൻ ആയാലും എല്ലാം